ഇവർക്കൊക്കെ മുൻപ് എന്റെ അടുത്ത് വന്നത് നീയാ, എന്റെ ആദ്യത്തെ പുത്രൻ. മമ്മൂട്ടി. അയ്യോ മമ്മൂട്ടി. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. അതാരൊക്കെയാ അവർക്ക് പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. എന്നെ പറ്റി അറിയാൻ നിന്റെ തന്തേനോട് ചോദിച്ചാൽ മതിയായിരുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ. നാളെ ഞാൻ ആരായില്ലെന്ന് ആരുണ്ട്. ഒരു കലാതിലകമായാലും കാവ്യ മാധവനെ പോലെയോ മഞ്ജു വാര്യരെ പോലെയോ നവ്യ നായരെ പോലെയോ നാളെ ഞാൻ സിനിമയിൽ കയറി വരും. ഞാൻ സാറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ. നല്ല ആക്ടിങ് ആണ്, നല്ല അഭിപ്രായം. പിന്നെ മോഹൻലാലേ, അവൻ എങ്ങനെ എന്നെ അറിയാനാ? പക്ഷെ എനിക്ക് അവനറിയാം. ആ മത്തങ്ങ കവളും ചളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാര് തോളും തൂക്കിയിട്ടുള്ള നടപ്പം കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും. കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. എനിക്ക് അവൾ ജീവനായിരുന്നു. അവൾ എന്റെ ഭാര്യയായിരുന്നു, എന്റെ മോളായിരുന്നു, എന്റെ അമ്മയായിരുന്നു. ചന്തുവിനെ തോൽപ്പിക്കാൻ ബോംബേക്കാർ ജാവോന്ന് പറയും. ജാവോ. തിന്നണ ചോറിന് നന്ദി കാണിക്കുന്ന പട്ടികളുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഓഹോ പാവങ്ങൾ. എല്ലാവർക്കും എന്റെ വക ഒരു 100 രൂപ വെച്ച് കൊടുത്തേ. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ഇംഗ്ലീഷ് തീരെ പിടിയില്ലല്ലേ. അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. നിർത്തണം ഏരപ്പാളികളെ. ഒന്നുകൂടെ കേട്ടോ. ഇറങ്ങി വാടാ കോര കഴിവാണവനെ. എടാ പാപ്പി, അപ്പി, പാത്ത, പോത്ത, എവിടാ നിന്റെ ചേട്ടൻ ചത്തോടാ? പുല്ലേ, ഈ അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതിനകത്ത് ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന്. ഗൊത്തിൽവാ ഗജ്ജി നായിൻ മകനെ, നായിന്റെ പട്ടി മോനെ. പോലീസുകാരൻ രണ്ടിടത്തെ വിലം കഴിക്കുള്ളൂ. ഒന്ന് കോടതി മുമ്പിലും ഒന്ന് നിന്നെ പോലെയുള്ളവനെ മേപ്പോട്ടെടുക്കാൻ. എന്നോട് മുണ്ടാ നീ ആരാണോടാ എരപ്പേ? കണ്ടാ സുന്ദരിയാണോടാ? പറയണ നായിന്റെ പോലെ സുന്ദരിച്ചാണോടാ? യവൻ പുലിയാണ് കേട്ടാ. നമ്മൾ ഒരു വരവിടെ വരേണ്ടി വരും. തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നട്ടലടിച്ചാൻ സൂപ്പാക്കും. നന്ദി, നമസ്കാരം.